ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് നവംബർ മാസം 14-ാം തീയതി 319-ാമത്തെ ദിവസത്തിലെത്തി. കുറച്ചുകൂടി ക്ഷമയുടെ സ്വഭാവത്തിലേക്ക്, ശീലത്തിലേക്ക്, അത്തരമൊരു പ്രകൃതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നിരന്തരം യേശു നമ്മൾ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. പത്രോസിന്റെ ഒരു അന്വേഷണമുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമുക്കത് കണ്ടുകിട്ടുന്നുണ്ട്. കർത്താവെ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം മതിയോ? നിസാരമല്ലായിരുന്നു പത്രോസിന്റെ ചോദ്യം. യഹൂദ വിധി പ്രകാരം തെറ്റ് ചെയ്യുന്നവനോട് 3 പ്രാവശ്യം ക്ഷമിച്ചാൽ മതി. പത്രോസാവട്ടെ ക്ഷമയുടെ ആ ലിഖിത നിയമത്തിന്റെ ഇരട്ടിയും വീണ്ടും ഒന്നും കൂടിയും കൂട്ടിച്ചേർത്തതാണ് ഗുരുവിനോട് ചോദിക്കുന്നത്. 7 പ്രാവശ്യം മതിയോ? യഹൂദർക്ക് 7 ഒരു പൂർണ്ണ സംഖ്യയാണ്. മതി എന്ന മതിപ്പോടുകൂടിയ ഗുരുവിൻ്റെ ഒരു മറുപടി, ഒരു അനുമോദനവുമൊക്കെ പാവം പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഇവിടെ പത്രോസിനെ തിരുത്തുകയാണ് യേശു. 7 എന്നല്ല, 70 പ്രാവശ്യമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. ക്ഷമയ്ക്ക് പൂർണ്ണത വേണം. എണ്ണങ്ങൾക്കും കൃത്യതകൾക്കും അതീതമായി അത് തെറ്റുകാരനിലേക്ക് എത്തുകയും ചെയ്യണം. അങ്ങനെ അയാളെ വീണ്ടെടുക്കുവാനായിട്ടുള്ള ആത്മാർത്ഥമായ ഒരു ഇടപെടലായിട്ട് കൂടി ഓരോരുത്തരുടെയും ഉള്ളിലെ ക്ഷമയെ രൂപാന്തരപ്പെടുത്തണം. ഒരു ദിവസത്തിൽ 7 പ്രാവശ്യം ഒരുവൻ നിനക്കെതിരെ പാപം ചെയ്യുകയും തിരികെ വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കണമെന്നുള്ള ഒരു യേശു വചനം കൂടിയുണ്ട്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഒരാൾ തെറ്റ് ചെയ്യുമ്പോഴൊക്കെ ക്ഷമിക്കുക എന്നത് പൂർണ്ണതയോടെ ക്ഷമിക്കുക എന്നതാണ് ശരിയായ അർത്ഥം. ധൂർത്ത പുത്രനോട് വ്യവസ്ഥകളില്ലാതെ അൺകണ്ടീഷണലായിട്ട് ആ അപ്പൻ ക്ഷമിക്കുന്നതായിട്ടും നമ്മൾ സുവിശേഷത്തിൽ കണ്ടെത്തുന്നുണ്ട്. സ്വർഗീയ പിതാവിൻ്റെ ക്ഷമ എണ്ണങ്ങൾക്കും വ്യവസ്ഥകൾക്കും മാനദണ്ഡങ്ങൾക്കുമൊക്കെ അതീതമാണ്. ആ പൂർണ്ണതയിലേക്ക് പങ്കുചേരുവാനായിട്ടാണ് ഓരോ ക്രിസ്തു ശിഷ്യനെയും വിളിക്കുന്നത്. സ്വർഗീയ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിപ്പിനെന്നുള്ള യേശുവിൻ്റെ ആഹ്വാനവും നമ്മൾക്ക് ഓർക്കാം. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലന്റെ ആഹ്വാനം നമ്മൾ കൊലോസി ലേഖനം 3-ാം അധ്യായത്തിലും വായിക്കുന്നുണ്ട്. ശസ്ത്രക്രിയ, സർജറി വേദനാജനകമാണ്. എങ്കിലും ആരോഗ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് ചിലപ്പോൾ എന്നല്ല മിക്കപ്പോഴും അത് അത്യാവശ്യമായി മാറുന്നില്ലേ? അതുകൊണ്ട് ക്ഷമയെ കുറെ കൂടി നമ്മൾ ഒരു ആത്മീയ ശീലമായിട്ട് കണ്ടേ മതിയാവും. ഇന്ന് ശിശുദിനം കൂടിയാണ്. നമ്മുടെ ക്ഷമയില്ലായ്മ, നമ്മുടെ ശാഠ്യങ്ങളും നിർബന്ധ ബുദ്ധികളും കുഞ്ഞുങ്ങളെക്കാൾ എന്തുമാത്രം ഭീകരമാണ്. അത് കുഞ്ഞുങ്ങളെ എത്രമാത്രം മുറിപ്പെടുത്തുന്നുണ്ട്. തിരികെ വരാൻ ആവാത്ത വിധത്തിലും തിരുത്താൻ വയ്യാത്ത വിധത്തിലും കുഞ്ഞുങ്ങളെ നമ്മളായിട്ട് തന്നെ ആക്കി തീർക്കുന്നില്ലേ? അവരെ യേശുവിനെ എന്നതുപോലെ ഒന്ന് വീണ്ടെടുത്ത് ഹൃദയത്തോട് ചേർക്കേണ്ട ആവശ്യബോധം ഈ പുലരിയിൽ ഒന്ന് കണ്ടെത്തുക. അതെ, ഇന്ന് ദേശീയ ശിശുദിനം കൂടിയാണ്. മുഴുവൻ കുഞ്ഞുങ്ങളെയും ഓർത്തും തൊട്ടും നമിച്ച് മാപ്പ് പറഞ്ഞുകൊണ്ടും ഭൂമിയിലെ ദൈവത്തിൻ്റെ ഇടപെടലുകളാണല്ലോ സത്യത്തില് കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓരോരുത്തരുമെന്നും ഉറക്കെ പറഞ്ഞുകൊണ്ട്. ആമേൻ.